പാലക്കാട് ജില്ലയിലെ പെരുമാട്ടിയും പരിസര ഗ്രാമങ്ങളും കാർഷിക സമൃദ്ധി സമ്മാനിച്ച ഒരു കാലമുണ്ടായിരുന്നു. നെല്ലും തെങ്ങും വാഴയും ജാതിയും നന്നായി വളർന്ന് മികച്ച വിളവ് നൽകിയ കാലം. എന്നാൽ കാലം മാറിയപ്പോൾ വൻ കാർഷിക ദുരന്തത്തിനും ഈ ഗ്രാമം സാക്ഷിയായി. കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ച കൃഷിച്ചെലവും വിപണിയിലെ തകർച്ചയും കൃഷിയിൽ നിന്നും കർഷകരെ പിന്നോട്ട് നയിച്ചു. പച്ചക്കറികളും മറ്റും തഴച്ചു വളർന്നിരുന്ന ഗ്രാമങ്ങളിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾ എത്തിച്ചേരേണ്ട സ്ഥിതി വന്നുചേർന്നു. പെരുമാട്ടിയിലെ കാർഷിക മേഖലയിൽ ഉടലെടുത്ത ഈ പ്രതിസന്ധി മറികടക്കാൻ കർഷകർ ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപമേകി. പെരുമാട്ടി കാർഷിക സൗഹൃദ സഹകരണ സംഘം, തുടർന്ന് പെരുമാട്ടി സർവീസ് സഹകരണ ബാങ്ക് നിലവിൽ വന്നു. പെരുമാട്ടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെയിൻ ഫോക്കസ് ഇവിടെ കൂടുതലും കർഷകരായതുകൊണ്ട് കർഷക തൊഴിലാളിനെ സഹായിക്കാനാണ് ഈ ബാങ്കിൻ്റെ മെയിൻ ഫോക്കസ്. കർഷകരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിനെ സഹായിക്കാനും ബാങ്ക് വലിയ ഒരു ഇൻട്രസ്റ്റും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ക്രോപ്പ് വന്നിട്ട് പാഡി, തെങ്ങ്, ജാതി, കൊക്കോ, അറാക്നട്ട്. അത് കൂടാതെ ഇവിടെ ഒരു 10 മിൽക്ക് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ക്ഷീര കർഷകറിന് ബാങ്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് ലോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൈവ്ലിഹുഡിന് വേണ്ടി ഒരുപാട് പശുക്കൾ വാങ്ങിക്കാനുള്ള സഹായം ബാങ്ക് ചെയ്യാറുണ്ട്. സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതും കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തിച്ചതുമായ ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾക്ക് പുറമെ തെങ്ങിൻ തൈകളും കമുകിൻ തൈകളും കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ വാങ്ങുന്നതിനായി ഒരു നഴ്സറി സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പെരുമാട്ടിയുടെ കാർഷിക പ്രതാപത്തെ തിരിച്ചുകൊണ്ടുവരാൻ സംഘം ആദ്യ ശ്രമം നടത്തിയത്. സംസ്ഥാനത്താദ്യമായി പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി നടപ്പിലാക്കിയതും പെരുമാട്ടി സഹകരണ സംഘമാണ്. ഈ ശാസ്ത്രീയ കൃഷിരീതി കർഷകർക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് 2007 കമ്പാലത്തറയിൽ ഡെമോൺസ്ട്രേഷൻ ഫാം ആരംഭിക്കുകയും വിവിധയിനം പച്ചക്കറി വിളകളുടെ കൃഷി നടത്തുകയും ചെയ്തു. പ്രദർശനത്തോട്ടമായി ആരംഭിച്ച കൃഷി കാർഷിക വിദ്യാർത്ഥികൾക്കും കർഷകർക്കും ഒരു പാഠശാലയായി മാറി. പോളി ഹൗസ് കൃഷിരീതിയും സംഘം പരീക്ഷണത്തിൻ്റെ ഭാഗമാക്കി. കൃഷി മികച്ച വിളവും വരുമാനവും നൽകുന്നതാവണമെന്ന ആഗ്രഹമാണ് നൂതന ആശയങ്ങളുമായി കാർഷിക രംഗത്തിറങ്ങാൻ സംഘത്തെ പ്രേരിപ്പിച്ചത്. 2016 പെരുമാട്ടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു കൃഷി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്തു. കൃഷി ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ പേർപ്പസ് വന്നിട്ട് കർഷകരുടെ ഫീൽഡ് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ പ്രിസിഷൻ ഫാമിംഗ്, സയൻറ്റിഫിക് മെത്തേഡ്സ്, സോയിൽ ടെസ്റ്റിംഗ്, പ്രോപ്പർ കൾട്ടിവേഷൻ മെത്തേഡ്സ് എല്ലാം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ബാങ്കിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യാനും ഒരു കൃഷി ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 6 ഏക്കർ സ്ഥലത്ത് കൃത്യതാ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് മോഹൻരാജ്. 1 ഏക്കർ സ്ഥലത്ത് തക്കാളി കൃഷിയും ബാക്കി സ്ഥലത്ത് തീറ്റപ്പുൽ, തെങ്ങ് എന്നിവയും കൃഷി ചെയ്യുന്നു. 2020 സംസ്ഥാന മികച്ച കർഷക അവാർഡ് നേടിയ കർഷകൻ കൂടിയാണ് മോഹൻരാജ്. இங்கே 10, 150, 200 ஹெக்டருக்கு மேலே வந்து வெஜிடபிள் தான் பண்ணிகிட்டு இருக்காங்க சார். எல்லாம் ப்ரெசிஷன் ஃபார்மிங்கில் தான், தருமபுரி மாடல் அப்படிங்கிற ஒரு இதில் தான் இங்கே பண்ணிகிட்ருக்குறாங்க. அது வந்து பெருமாட்டி சர்வீஸ் கோஆபரேட்டிவ் பேங்காக்கும் நமக்கு 2011 கிருஷ்ணன்குட்டியாட்ட ப்ரெசிடெண்ட்டாக இருக்கும்போது அந்த பேங்கோட சகாயத்திலேயாக்கும் இங்கே ஒரு 200-250 விவசாயி வந்து ப்ரெசிஷன் ஃபார்மிங் பண்ணிகிட்ருக்குறாங்க.
அதில் வந்து பார்த்திங்கன்னா ஒரு 400 விவசாயிக்கு மேலே இரிகேஷனில் வேணா மீதி வந்து தென்னை வாழை இந்த மாதிரியெல்லாம் பண்ணிகிட்ருக்குறாங்க. இந்த வெஜிடபிள்ங்கிறது ஒரு 400 ஃபார்மர்ஸு மேக்ஸிமம் பண்ணுறாங்க. இங்கே வந்து தண்ணி ரொம்ப கம்மியான ஏரியாவாகும், ரொம்ப தண்ணி ரொம்ப குறைவுங்க. அதனால் வந்து இந்த ப்ரொசஸிங் ஃபார்மிங்கும்போது ஈல்டு கூடுதலாகவும் தண்ணியோட அளவு கம்மியாகவும் இருக்குது. சாதாரணமாக செய்யும்போது பார்த்திங்கன்னா ஒரு 5 டன் 6 டன் இருக்கும். ப்ரெசிஷன் ஃபார்மிங்கில் செய்யும்போது பார்த்திங்கன்னா நமக்கு ஒரு 30 டன் மேக்ஸிமம் எடுக்கலாம். 30 டன் வந்து மேக்ஸிமம் தக்காளி எடுக்கலாம். இப்போ அதுதான் எல்லாருமே ஒரு ஆளும் கூடி இல்லைங்க. இந்த வடகரப்பதி பஞ்சாயத்தில் மேக்ஸிமம் பூராமே ட்ரிப் இரிகேஷனுக்கு மாறிட்டாங்க. இங்கே ஃபார்மர் வந்து என்ன 824 ஃபார்மர்ஸ் சொல்லலாம் இல்லைங்களா, ஃபார்மர் இருக்கிறாங்க. பேங்கில் வந்து பார்த்திங்கன்னா நமக்கு 1 லட்சம் ரூபாயில் வந்து இரிகேஷன் போட்டு தர்றதா இருந்தால் 90% அதில் சப்சிடியை வந்து தர்றாங்க. சப்சிடி வந்து லேட்ரும் வளம் பின்ன மல்ச்சிங் ஷீட் இது மாதிரி உள்ளதெல்லாம் வந்து நமக்கு சப்சிடியில் வந்து பேங்க் வந்து சப்போர்ட் பண்ணி தர்றாங்க. வளம் பின்ன வந்து ஒரு அக்ரிகல்ச்சர் ஒரு ஆஃபீஸரும் கூடி இது வந்து எப்படி பண்ணுறது ஹைடெக்காக பண்ணுறதுன்னு சொல்லி அதோட சகாயம் கூடி பேங்க் வந்து நமக்கு ചെയ്തു തர்றாங்க. ജലസേചനത്തിന് ആവശ്യമായ എല്ലാത്തരം പൈപ്പുകളും ഡ്രിപ്പ് ഇറിഗേഷൻ സാമഗ്രികളും കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവയുടെ വിൽപ്പനയും ശാസ്ത്രീയമായി സ്ഥാപിക്കുന്നതിന് വേണ്ട സാങ്കേതിക സഹായവും നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യ കർഷകർക്ക് പകർന്നു നൽകുന്നതിന് RKVY പദ്ധതി പ്രകാരം ആരംഭിച്ച സർവീസ് സെൻ്ററിൽ വിവിധ ഇനം കാർഷിക യന്ത്ര സാമഗ്രികൾ കർഷകർക്ക് സൗജന്യ നിരക്കിൽ ഉപയോഗിക്കുവാനുള്ള സംവിധാനവും സംഘം ചെയ്തിട്ടുണ്ട്. യുവജനങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി യന്ത്രവൽകൃത സേവനം ലഭ്യമാക്കുന്നു. 36 ഏക്കർ ഭൂമിയിൽ പേര, ജാതി, കവുങ്ങ്, പപ്പായ, തെങ്ങ് എന്നിവ കൃഷി ചെയ്യുന്ന ജ്ഞാനശരവണൻ പെരുമാട്ടി കാർഷിക സഹകരണ ബാങ്കിൻ്റെ സഹായത്തിൽ ജീവിത വിജയം നേടിയ ഒരു കർഷകനാണ്. സംസ്ഥാനത്തെ മികച്ച യുവ കർഷകൻ, കേരകേസരി, മികച്ച ജൈവ കർഷകൻ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ജ്ഞാനശരവണൻ 18ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നു. அதாவது இது எல்லாமே வந்து ஒரு ப்ரீ ஹார்வெஸ்ட்க்கு முன்னாடி, அதாவது ப்ரொடக்ஷன் ஸ்டேஜில் நான் சொல்கிறேன். இது எகெயின் நான் ஒரு ப்ரொடக்ஷன் எடுத்து அதை நான் வேல்யூ அடிஷன் பண்ணி அதை நான் கோகனட் ஆயிலாகவும் கீயாகவும் கன்வெர்ட் பண்ணி கொண்டு போகும்போது எகெயின் பெருமாட்டி பஞ்சாயத்து பேங்க் மூலிமா எங்களுக்கு அங்கே சேல்ஸ் பண்ணுறதுக்கு உண்டான ஒரு வாய்ப்பு, ஒரு FBO மூலிமா எங்களுக்கு ஒரு வாய்ப்பை ஏற்படுத்தி கொடுத்துருக்காங்க. கேராச்சித்தூர் ஃபார்மர் ப்ரொடியூசர் கம்பெனி அப்படிங்கிற ஒரு FBO மூலிமா. ஸோ இது பேங்க்கும் நிறையா சப்போர்ட் பண்ணிகிட்ருக்காங்க. ஸோ இந்த விதத்தில் எங்களுக்கு அதாவது ஒரு உற்பத்தி பண்ணக்கூடிய ஒரு சிஸ்டத்துக்கும் ஒரு உற்பத்தி ஆகி ஒரு வேல்யூடட் ப்ராடக்டாக கன்வெர்ட் பண்ணி அது மார்க்கெட்டில் எத்திக்கிறதுக்கும் பெருமாட்டி கோஆப்ரேட்டிவ் பேங்க் வந்து எங்களுக்கு ரொம்பவே சப்போர்ட்டிவாக இருக்குது. ஸோ இந்த நேரத்தில் பேங்க்குக்கும் அங்கே இருக்கக்கூடிய எல்லா நபர்களுக்கும் இந்த நேரத்தில் எங்களோட ஃபார்ம் சார்பாக ஒரு நன்றியை தெரிவிச்சுக்கிறேன். ஸோ இதுதான் எங்களோட ட்ராவல் டைம். கிட்டத்தட்ட ஒரு 9 வருஷம் ஆச்சு. ஸோ இன்றைக்கி ஒரு ஃபார்மிங்லேருந்து ஒரு ப்ராசஸிங், வேல்யூ அடிஷன், அது மார்க்கெட்டிங். ஸோ இந்த ஒரு என்டையர் ப்ராசஸில் பெருமாட்டி பேங்க் வந்து எங்களுக்கு கிட்டத்தட்ட ஒரு நிறைய விஷயத்தில் கான்ட்ரிபியூட் பண்ணியிருக்காங்க. அவங்களோட ஃபினான்ஷியல் சப்போர்ட்டு மற்ற எல்லா விதத்துலேயும் சேல்ஸ்லேயாகட்டும் எல்லா விதத்துலேயும் ബാങ്കോட സപ്പോർട്ട് കൂടുതലാണ് இருக்குது. സഹകരണ സംഘം ഉൽപ്പാദിപ്പിക്കുന്നതും കർഷകൻ എത്തിക്കുന്നതുമായ ജാതി സർബത്ത്, അവൽ പുട്ടുപൊടി, നെയ്യ്, പേരയില ചായ, വെളിച്ചെണ്ണ, ചെറുധാന്യങ്ങളായ വരക്, പനിവരക്, കുതിരവാലി, തിന മുതലായവ കേരച്ചിറ്റൂർ എന്ന പേരിൽ വിപണനം നടത്തുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം അതുണ്ടാക്കുന്ന കർഷകന് നൽകുക എന്നുള്ളതാണ് അവകാശ ലാഭം എന്ന ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലക്ഷ്യത്തിലൂന്നിയാണ് പെരുമാട്ടി സഹകരണ ബാങ്കിന് കീഴിൽ FPO പ്രവർത്തിക്കുന്നത്. പെരുമാട്ടി കാർഷിക സഹകരണ ബാങ്കിൻ്റെ സഹായത്തോടെ പട്ടുനൂൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് മുതലാം തോട് പാടശേഖര സമിതിയിലെ സുരേഷ് പുത്തൻവീട്ടിൽ. എല്ലാ മാസവും വരുമാനം ലഭിക്കുന്ന ഒരു കൃഷിയാണ് പട്ടുനൂൽ കൃഷി. ഞാൻ
ഒരു 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് പട്ടുനൂൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. മറ്റുള്ള കൃഷികൾ ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കരിമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, മഞ്ഞൾ, ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് 10 മാസം 11 മാസം കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില കിട്ടുക. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ എങ്ങനെയാണോ ഈ സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കണത്, അതുപോലെ ഒരു കർഷകന് ഇവിടെ ജീവിക്കണമെങ്കിൽ മാസ വരുമാനം വേണം. ആ മാസ വരുമാനം കിട്ടുന്ന ഏക വിളയാണ് പട്ടുനൂൽ കൃഷി. അതുകൊണ്ട് എനിക്ക് എല്ലാ മാസവും പട്ടുനൂൽ കൃഷിയിൽ ഒരു വരുമാനം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു കുടുംബ വനിതയ്ക്കും അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ഈ പട്ടുനൂൽ കൃഷിയിൽ ഇന്ന് തൊഴിലുറപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള കൃഷിയെക്കാട്ടിലും തൊഴിലുറപ്പ് ഈ പട്ടുനൂൽ കൃഷിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് 1 ഏക്കർ 1.5 ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ 60 സ്ത്രീ തൊഴിലാളികൾക്ക്, അതായത് പട്ടുനൂല് തൊഴിലുറപ്പിന് അല്ലാതെ ജാക്കി സെൻറ്ററിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഷെഡുകളിൽ, അതുപോലെ റീലിംഗ് യൂണിറ്റ്, അങ്ങനെ നെയ്ത്തുശാല, ഇതുപോലെ ഒരു 60ഓളം സ്ത്രീകൾക്ക് പട്ടുനൂലിലൂടെ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിനുകൂടി കഴിയാൻ, ഈ പട്ടുനൂൽ കൃഷിക്ക് കഴിയാൻ ഒരു കർഷകന് കഴിയേണ്ടതെന്നൊരു സന്തോഷവും കൂടി എനിക്കുണ്ട്. പട്ടുനൂൽ കൃഷിക്ക് പുറമെ 10ഓളം പരമ്പരാഗത നെല്ലിനങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്ത് സാധാരണക്കാരുടെ കൈകളിൽ എത്തിക്കുന്നു സുരേഷ്. അന്ന് സാധാരണ നെല്ലായിരുന്നു അന്ന് അച്ഛൻ കൃഷി ചെയ്തത്. അച്ഛൻ്റെ മരണശേഷം എനിക്ക് 2-3 ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അച്ഛൻ ക്യാൻസർ വന്നിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത്, അമ്മ ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള തുടർച്ചയായിട്ടുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴാണ് എങ്ങനെയാണ് ഈ സമൂഹത്തിന് ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുക എന്ന് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ കൃഷി സ്ഥലത്ത് ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അമ്മയാണ് ഡോക്ടർ, അടുക്കളയാണ് ഹോസ്പിറ്റൽ, നല്ല ഭക്ഷണമാണ് മരുന്ന്. അപ്പോൾ ഈ നല്ല ഭക്ഷണം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നെൽകൃഷി ചെയ്യുന്നതോടൊപ്പം ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ ആരോഗ്യമുള്ള ഒരു ജനതയെ ഞാൻ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃഷി ചെയ്തത് രക്തശാലി, 60-ാം കുറുവ, മാപ്പിളച്ചമ്പാൻ, കാട്ടിയാനം, വലിയ ചെന്നല്, ചെറിയ ചെന്നല്, അതുപോലെയുള്ള പരമ്പരാഗത നെല്ലിനങ്ങളാണ് കൃഷി ചെയ്തത്. അപ്പോൾ ഈ നെല്ലൊന്നും നമ്മൾ സ്റ്റോർ ചെയ്ത് ആവശ്യക്കാരന് കൊടുക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പോൾ എലിയും പല രീതിയിൽ ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പെരുമാട്ടി ബാങ്കിലെ പ്രസിഡൻറ്റും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എൻ്റെ കൃഷി രീതി അറിഞ്ഞ് എനിക്ക് അവിടുന്ന് സാമ്പത്തികമായി സഹായിച്ച് അവരൊരു ഉപദേശം തന്നത്, എന്തുകൊണ്ടാണ് ഇത് സാധാരണക്കാരൻ്റെ കൈകളിൽ ചെലവ് കമ്മിയാക്കി കൃഷി ചെയ്ത് സാധാരണക്കാരൻ്റെ കൈകളിൽ എങ്ങനെ എത്തിക്കണം. ഇപ്പോൾ രക്തശാലിയും 60-ാം കുറുവിയും ബ്ലാക്ക് ജാസ്മിൻ റൈസൊക്കെ ഇന്ന് മാർക്കറ്റിൽ 250 രൂപ മുതൽ 300 രൂപ വരെയുണ്ട്. ഇതെല്ലാം ഒരു സാധാരണക്കാരന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണക്കാരന് ആരോഗ്യപരമായി ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ ചെലവ് ചെയ്യുന്ന രീതി, നെൽകൃഷിയിൽ സാധാരണ 35,000 രൂപയോളം 1 ഏക്കർ ചെലവ് വരുമ്പോൾ നമ്മൾ ജൈവ രീതിയിൽ അത് പഞ്ചഗവ്യം ജീവാമൃതമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെലവ് കമ്മിയാക്കി കൃഷി ചെയ്ത് ഇത് പകുതി വിലയ്ക്ക് സാധാരണക്കാരന് എത്തിക്കുക. ഈ ഉപദേശം എനിക്ക് ബാങ്ക് പ്രസിഡൻ്റാണ് തന്നത്. കഴിഞ്ഞ കൊറോണ കാലത്ത് 2 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന എൻ്റെ നെല്ല് എല്ലാ ഹോസ്പിറ്റലിലും കിടപ്പ് രോഗികൾക്ക് ഞാൻ 100 രൂപയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രക്തശാലി കേരളം മുഴുവൻ സപ്ലൈ ചെയ്തത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. സാധാരണക്കാരൻ്റെ കൈകളിൽ ഈ വില കമ്മിയായ അരി എങ്ങനെ എത്തിക്കും, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുഴുവനും എന്നെ ഉപദേശിച്ചത് പെരുമാട്ടി സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡൻറ്റും അവിടുത്തെ സ്റ്റാഫുകളുമാണ്. അവരാണിപ്പോൾ എൻ്റെ കൃഷിയും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപദേശം തരുന്നതും. പലരും അവരുടെ തരിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങളെ പാട്ടക്കരാറിൽ ബാങ്കിന് ഏൽപ്പിച്ച് അവിടെ പച്ചക്കറികളും കിഴങ്ങുവർഗ വിളകളും വാഴയും മറ്റു ഫലവൃക്ഷങ്ങളും എല്ലാം കൃഷി ചെയ്തു പോരുന്നു. പെരുമാട്ടി മാംഗോസ് എന്ന പേരിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്തൊരു മോഡൽ മാംഗോ പ്ലോട്ട് സംഘത്തിൻ്റെ സഹായത്തോടെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. 16 ഇനങ്ങളിലായി 1600 മാവുകളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. വർഷത്തിൽ 2 സീസണിൽ ഫലം തരുന്ന മാവ് കുട്ടികൾക്ക് പോലും തറയിൽ നിന്നും ഫലം ശേഖരിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രൂണിംഗ് നടത്തിയിരിക്കുന്നു.
ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് തരിശുഭൂമിയിലേക്കും കൃഷി എന്നുള്ളതാണ് ഞങ്ങളുടെ ആ പുതിയൊരു ആശയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ വിഷൻ അതാണ്, തരിശുഭൂമിയിലേക്കും കൃഷി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷൻ. ഇപ്പോൾ കർഷകരുടെ ചെറിയൊരു ക്ലസ്റ്റർ രൂപീകരിക്കുക, ക്ലസ്റ്ററിന് വേണ്ട സഹായങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ മെറ്റീരിയൽസ്, അതേപോലെ തന്നെ പൈപ്പുകൾ എല്ലാം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തരിശുഭൂമിനെ കൃഷിസ്ഥലമായി മാറ്റുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ. അതേപോലെ തന്നെ നമ്മൾക്ക് പറയുന്നതിൽ ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഉൽപ്പാദനക്ഷമത നേടുന്ന ഒരു ഗ്രാമത്തെയും സാമ്പത്തിക ഭദ്രത നേടുന്ന ഒരു കർഷക സമൂഹത്തെയും വാർത്തെടുക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ മെയിൻ എയിം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ട എല്ലാ പിന്തുണയും നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സാർ അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ നടപടികളും ചെയ്തോളാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിർദ്ദേശം. അപ്രകാരം ഞങ്ങൾ ഇനിയുള്ള യുവ കർഷകരെ കൂടി ഇതിൽ ഇപ്പോൾ നമ്മുടെ യുവ കർഷകരിൽ കൂടി ഇതിന് അട്രാക്റ്റ് ചെയ്യാനുള്ള കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പെരുമാട്ടിയിലെയും പരിസര പ്രദേശത്തെയും കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് വേലൻ താവള ചന്തയിലാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നു പോലും ആൾക്കാർ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോകുന്നുണ്ട്. KLD ബോർഡിൻ്റെ സഹായത്തോടെ 100 ഗീർ പശുക്കളെ വാങ്ങി സബ്സിഡി നിരക്കിൽ പിന്നാക്കം നിൽക്കുന്ന കർഷകർക്ക് വിതരണം ചെയ്തുകൊണ്ട് ക്ഷീരമേഖലയിലും സംഘം പ്രവർത്തനമാരംഭിച്ചു. സമ്പൂർണ്ണ കാർഷിക ഗ്രാമമായ പെരുമാട്ടിയിൽ നെല്ലും പച്ചക്കറിയും തെങ്ങും ജാതിയും കവുങ്ങും ക്ഷീരകർഷകരുടെ മികവും എല്ലാം ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിന് സ്വന്തം. ഈ കർഷകർക്ക് നൽകിയ സഹായങ്ങളുടെ പേരിൽ മികച്ച കാർഷിക വായ്പാ സഹകരണ സംഘത്തിനുള്ള കൃഷിവകുപ്പിൻ്റെ 2022 പുരസ്കാരം പെരുമാട്ടി സഹകരണ സംഘത്തെ തേടിയെത്തി. കൃഷി വകുപ്പിൻ്റെ 2022 മികച്ച ഈ പാക്സിനുള്ള അവാർഡിന് പെരുമാട്ടി ബാങ്കിനെ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ 50 വർഷത്തോളം ബാങ്ക് പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ ശ്രീ കൃഷ്ണൻകുട്ടി സാറിൻ്റെ പ്രയത്നമൂലമാണ്. അദ്ദേഹം വിവിധ തലങ്ങളിൽ ഇടപെട്ട് ബാങ്കിനെ ഇവിടെ പുതിയ കൃഷി രീതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളെ പ്രോത്സാഹിക്കുകയും ഞങ്ങൾക്കുള്ള ആ മാർഗരേഖ നൽകുകയും ചെയ്തിട്ടാണ് ഇത്രയും ഞങ്ങൾക്ക് ഈ ബാങ്കിന് ഈ നിലയിലെത്താൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ബാങ്ക് തുടങ്ങിയ കാലം മുതൽ ബാങ്കിൽ ജീവനക്കാരും കാലാകാലങ്ങളിൽ മാറിയ നമ്മുടെ ഡയറക്ടേഴ്സും ഭരണസമിതി അംഗങ്ങളും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം കൂടി ഈ ഉള്ളതിനാലാണ് ഞങ്ങൾക്ക് കൃഷി വകുപ്പിൻ്റെ ഈ ഒരു അവാർഡിന് അർഹമാകാൻ സാധിച്ചത്. ഒരു നാടിൻ്റെ കാർഷിക മുഖച്ഛായ മാറ്റിയെഴുതിയ ചരിത്രം പെരുമാട്ടി സർവീസ് സഹകരണ ബാങ്കിന് എന്നും സ്വന്തം. വിസ്മരിക്കാനാകാത്ത ഒരു പുനർജനിയാണ് സംഘം പെരുമാട്ടിക്ക് നൽകിയത്. കാർഷിക മേഖലയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്കുള്ള പ്രാധാന്യം കൂടി ഇവർ അടയാളപ്പെടുത്തുന്നു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitm@gmail.com.
കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishi tvm